ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഫാമിലി എല്ലാവരുമായിട്ട് വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോകുന്ന വീഡിയോ ഇട്ടത്. പെട്ടെന്നുണ്ടായൊരു ട്രിപ്പാണ്, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോണ വഴിയിലാണ് റിസോർട്ടും കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നെ 11 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ എവിടെയെങ്കിലും ഇറങ്ങുമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു അജ്വ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ അവിടെ വണ്ടി സൈഡാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറിയിട്ട് പിന്നെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഭക്ഷണങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരുന്നത്. നാച്ചുബി കുറച്ച് നേരമൊക്കെ ഇബ്രു ബേബിനായിട്ടൊക്കെ അങ്ങനെ കളിച്ചിരുന്നിട്ടാണ്. അങ്ങനെ പിന്നെ ഇല കൊടുന്ന് പിന്നെയും കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടാണ്. അപ്പോഴാണ് പിന്നെ നാച്ചു ക്യാമറയിൽ നോക്കിയൊരു ടാറ്റ് തന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ ആയിഷുക്കും ടാറ്റ് ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ ആയിഷു വന്നു. അപ്പോൾ പിന്നെ വീണ്ടും നാച്ചു ടാറ്റ് തന്നു. അങ്ങനെ കുട്ടികൾക്കൊക്കെ വിശന്നതുകൊണ്ട് അവരിങ്ങനെ ഫുഡ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഭക്ഷണം വരുന്നവർ വെച്ചിട്ട് എന്താണ് മോര് കറി, പിന്നെ സാമ്പാർ, മീൻകറി, പുളിഞ്ച്, കൈപ്പങ്ങ പൊരിച്ചത്, തേങ്ങ ചമ്മന്തി, പിന്നെ തൈര്, പയറ് തോരന്, പായസം. അങ്ങനെ നമ്മൾ സാധാ മീൽസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ചോറും കൂട്ടാനൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നാച്ചുബി പിന്നെ ബിരിയാണിയായിട്ട് കഴിച്ചത്. അങ്ങനെ ആയിഷ അപ്പുറത്തൊരു പപ്പടം വെച്ചിരിക്കുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മളെപ്പോഴാണ് വയനാട്ടിലെത്തുകയെന്ന് വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം സാധാരണ ഞങ്ങൾ പോകുന്നതൊക്കെ ഒരിക്കലും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത പോലെ പുലർച്ചയൊക്കെ പോലെ. ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു പ്ലാനിങ് ഇല്ലാത്ത പെട്ടെന്നുള്ളൊരു ട്രിപ്പായതുകൊണ്ട് എപ്പോഴാണ് അവിടെ എത്തുകയെന്നറിയില്ല. വൈകുന്നേരം രാത്രി എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ എത്തും എന്നാണ് പറയുന്നത്. എപ്പോഴെത്തുക നമുക്ക് നോക്കട്ടെ. അങ്ങനെ ഞാൻ പോണ വഴിയിലൊരു ഉപ്പിലിട്ട കടയൊക്കെ കണ്ടപ്പോൾ അവിടുന്ന് കുറച്ച് നെല്ലിക്ക് മാങ്ങയൊക്കെ വാങ്ങി. അങ്ങനെ അത് കഴിച്ച് വീണ്ടും ഇങ്ങനെ യാത്ര പോകുമ്പോഴാണ് കുറച്ച് കുരങ്ങൻകൂട്ടങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നതൊക്കെ കണ്ടത്. അതാണ് വീഡിയോ കുറച്ച് സ്ലോ ആക്കിയത് കേട്ടോ. പിന്നെ ചുരത്തിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഏകദേശം 1 മണിക്കൂറോളം അങ്ങനെ വേസ്റ്റായിപ്പോയി. അപ്പോഴാണ് ഞങ്ങൾ ചുരത്തിൻ്റെ അവിടെ ഒരു ഭാഗത്ത് എന്തോ മുമ്പ് എപ്പോഴും ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൻ്റെ തോന്നുന്നുണ്ട് അവിടെയൊക്കെ ഉള്ളത് പൊട്ടിത്തെറിപ്പിച്ച് പോയത് ഇങ്ങനെ കാണുന്നത്. പിന്നെ ഇബ്രു ബേബിക്കാണെങ്കിൽ വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ദേഷ്യം പിടിക്കണം, ഒരേ ഇങ്ങനെ ഇരിക്കട്ടെ. തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ കണ്ടപ്പോഴാണ് ഒരു സന്തോഷമായത്, വയനാട് എത്തിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ വന്നത്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി മങ്കിനെ കണ്ട കഥകളാട്ട മക്കളീ പറഞ്ഞത്. അങ്ങനെ ചായയും പരിപ്പ് വടിയും പഴം പരിപ്പ് കൂട്ടി കുടിച്ച് നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ എത്തുമ്പോൾ ഏകദേശം രാത്രി 9 മണിയായിക്കിടും. കാട്ടിലൂടെയായിട്ട് പോണത്. ഒന്നാമത് ഇത് എവിടേക്കാണ് പോകണമെന്നുള്ള ഒരു ഐഡിയ ഇല്ലേനോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പേടിയുണ്ട് എല്ലാവർക്കും. പിന്നെ കാടുമാണ്, എടുത്തൊന്നും ഒരു കടകളോ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഒരു അഡ്വഞ്ചറായിട്ടുള്ളൊരു ട്രിപ്പ് പോലെയായിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് തോന്നിയത്, ഈ കാട് കയറി മുതൽ തോന്നിയത്. അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ നടന്ന് കുറച്ചൊക്കെ അധികം പോയിക്കണം കാട്ടിലൂടെ. അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട്, ആ കാണുന്ന വീടാണോ അതാണോ ഇതാണോ എന്നിങ്ങനെ ഓരോരോ വീടുകൾ കാണുമ്പോൾ ചോദിക്കണം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് ഒരു വീടും കാണില്ല, ആളുകളെയും കാണില്ല, കടയും കാണില്ല, ഒന്നുമില്ല. ഞങ്ങളാണെങ്കിൽ രാത്രിക്കത്തെ ഫുഡും കഴിച്ചിട്ടില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്, എവിടെ നിന്ന് ഫുഡ് കഴിക്കും, ഇവിടെ ഒന്നും കടയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. നമ്മളീ പോകുന്ന റിസോർട്ടാണെങ്കിൽ കാടിൻ്റെ നടുവിലുള്ള റിസോർട്ടാണ് കേട്ടോ. ഇടയിലാണെങ്കിൽ നമ്മൾ ഉപയോഗിപ്പിക്കുകയാണെങ്കിൽ ദേഷ്യം കുടിക്കണം. അവൻ രാവിലെ കയറിയതല്ലേ വണ്ടിയിൽ ഇരുത്തോ. അപ്പോൾ അവനക്ക് വണ്ടീനെ ഇറങ്ങാതിൽ അങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട്. വീടെത്താനായോ എന്ന് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒടുവിൽ നമ്മൾ കേട്ടോ ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത വരവായതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് വിളിച്ച റിസോർട്ടുകളൊന്നും കിട്ടിയില്ല കേട്ടോ. എല്ലാം ബുക്കഡായിരുന്നു. പിന്നെ മുമ്പ് എപ്പോഴോ വന്നൊരു ഓർമ്മയിൽ ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് ഈ ഒരു റിസോർട്ട് കിട്ടിയതാട്ടോ. പിന്നെ അവിടെ ചെറിയ ചെറിയ കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ, ക്യാരം ബോർഡ്, പിന്നെ അതേപോലെ മക്കൾക്ക് പാമ്പും കൂണിയും കളിക്കാനുള്ള അത്, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്തൊരു ഉറുമാടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ വിട്ടിരുന്നു, വേണ്ടവർ കയറി കണ്ടാൽ മതി. അപ്പോഴത്തെ നമ്മൾ ആവശ്യം വന്ന് ഊഞ്ഞാൽ ആടുന്നു കേട്ടോ. പിന്നെ അവൾ ആടുന്നത് കണ്ടപ്പോഴത്തെ പിന്നെ നാച്ചുബി അതിലൊക്കെ വന്ന് ഊഞ്ഞാൽ ആടുന്നു. പിന്നെ ആ സമയത്ത് നമ്മൾ അവിടെ റിസോർട്ടിലുണ്ടായിരുന്ന ചേട്ടന് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള കടയിൽ സെറ്റാക്കി തരും കേട്ടോ.
ഈ ടോർച്ച് അടിച്ച് നോക്കുന്നത് അപ്പുറത്ത് മാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. കാണുന്നുണ്ടാവും കേട്ടോ ഇളകുന്നതൊക്കെ മാനിനെ, ആ കാണുന്നതൊക്കെ മാനാണ്. നമുക്കിങ്ങനെ ആ സമയത്ത് ടോർച്ച് ഇങ്ങനെ അടിക്കുമ്പോൾ 2 കണ്ണുകൾ മാത്രമേ എന്നിട്ട് കണ്ടിരുന്നത്. പിന്നെ അപ്പോൾ തന്നെ അവരവരുടെ കയ്യിലുള്ള സെറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന അതിൽ പാട്ടൊക്കെ ഇട്ട് പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇപ്പുറത്തെ ഒരു സൈഡിൽ ചിക്കൻ ചുടാനുള്ള കണ്ണലൊക്കെ തകൃതിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ ചിക്കൻ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി കോഴിക്കോട്ടിൽ പൊതിഞ്ഞ് കൊടുന്ന് വെച്ചിരുന്നു കേട്ടോ. പിന്നെ കുറേശ്ശെ തണുപ്പ് ഇങ്ങനെ കൂടി വന്നപ്പോൾ ഞങ്ങളവരോട് കുറച്ച് തീ കൂട്ടി തരാൻ പറഞ്ഞു, തീ കായാൻ വേണ്ടിയിട്ട്. പിന്നെ പാട്ടും ഇതൊക്കെ പിള്ളേരൊക്കെ ചാടിക്കളിക്കണം. ഒരു ഭാഗത്ത് പാട്ടും ഡാൻസൊക്കെ നടക്കുന്നത്, മറുഭാഗത്ത് കടലുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫുഡ് വേണ വരെ വീണ്ടും കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടാണ്. ഇപ്പോൾ നന്നായി പാടുണ്ട്. അങ്ങനെ ഫുഡ് റെഡിയായി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.